ഇഡിയംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഇഡിയംസ് നോക്കിയിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്തുമായി, ബോഡി പാർട്സുമായിട്ട് ബന്ധപ്പെട്ട ഇഡിയംസ് ആണ് നോക്കുന്നത്. നമ്മളെ ശരീര അവയവവുമായി കണക്ട് ചെയ്യുന്ന കുറച്ച് ഇഡിയംസും അതിന്റെ മീനിങ്ങും ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അല്ല, ആദ്യത്തെ ഇഡിയം നോക്കിയേ, മാൻ ഓഫ് പാർട്സ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, അപ്പൊ നമ്മളെയൊക്കെ പാർട്ട്, മാൻ മനുഷ്യൻ, പാർട്സ് ഓർക്കുക. പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടേ, കൈ, കാല്, തല, ഇതിനെയൊക്കെയാണ് നമ്മൾ പാർട്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ, ചില ആൾക്കാരുണ്ട് എന്ത് ചെയ്യും, ഇപ്പൊ സ്ത്രീകൾ ഓർത്താൽ മതി. അപ്പൊ സ്ത്രീകൾ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേ സമയത്ത് തന്നെ അവരെന്ത് ചെയ്യുന്നൂടെ, വഴക്കടിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ ഹസ്ബൻഡുമായിട്ട് വഴക്കടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അതേ സമയം ചോറ് കൊടുക്കും. ഈ 3 കാര്യങ്ങളും അവർ ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യുന്നൂടെ, ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന നമുക്ക് കാണാം, ഇല്ലേ? പുരുഷന്മാർക്ക് അത്തരത്തിലുള്ള എന്ത് ചെയ്യും, എബിലിറ്റി ഒന്നുമില്ല. നമുക്ക് ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മാൻ ഓഫ് പാർട്സ് എന്ന് പറഞ്ഞാൽ ടാലന്റഡ് പേഴ്സൺസ്, കഴിവുള്ള ആൾക്കാർ. അപ്പം മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റി എന്ന് ഓർക്കുക, അല്ലേ? കഴിവുള്ള ആൾക്കാർ. മാൻ ഓഫ് പാർട്സ്, ടാലന്റഡ് പേഴ്സൺസ്. ചില ആൾക്കാർ പാട്ട് പാടുകയും ചെയ്യും, അതിനോടൊപ്പം തന്നെ ഡാൻസും കളിക്കും. രണ്ടും ഒരുപോലെ നന്നായിട്ട് നടക്കും, അല്ലേ? മാൻ ഓഫ് പാർട്സ്, ടാലന്റഡ് പേഴ്സൺസ്. അപ്പൊ നമ്മള് പാർട്സ് എന്ന് പറഞ്ഞാൽ കൈ, കാല്, തല, ഇതൊക്കെ എപ്പോഴും നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് ടാലന്റഡ് പേഴ്സൺസ് എന്ന് പറയാം. അടുത്തതാണ് മാൻ ഓഫ് ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ എന്നാണ്, ഇല്ലേ? അക്ഷരങ്ങൾ കൊണ്ട് കളിക്കുന്ന ആരായിരിക്കും, കൂടുതലും അക്ഷരങ്ങൾ വെച്ചിട്ട് കളിക്കുന്നത് ലിറ്ററേച്ചർ പേഴ്സൺസ് ആയിരിക്കും, അല്ലേ? മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ പേഴ്സൺസ്. മാൻ ഓഫ് ലിറ്ററേച്ചർ പേഴ്സൺസ്, സാഹിത്യകാരന്മാരെ നമുക്ക് മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയാം. ഇനി മാൻ ഓഫ് വെയിറ്റ്, നിങ്ങൾ ഓർത്താ മതി, വെയിറ്റ് ഇട്ട് നിൽക്കുന്ന ആരാണ്ടേ, വെയിറ്റ് ഇട്ട് നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ജോലിയില്ല, ഒന്നും ആയിട്ടില്ല, ഒരു ജോലിയുള്ള ആള് എന്ത് ചെയ്യും, നിങ്ങൾ നന്നായിട്ട് വെയിറ്റ് ഇട്ടിരിക്കുന്നു. ഇനി ഒരു ജോലിയുള്ള ആള് നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്, അവരും വെയിറ്റ് ഇട്ടിരിക്കുന്നു. ആരാണ് വെയിറ്റ് ഇട്ടിരിക്കുന്നത്, ഏറ്റവും എന്ത് ചെയ്യുന്നൂടെ നല്ലത്, കാണാൻ ഭംഗി, ആ ജോലിയുള്ള ആൾക്കാർ. അപ്പം അദ്ദേഹം ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിരിക്കും, അല്ലേ? മാൻ ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് പേഴ്സൺ. മാൻ ഓഫ് വെയിറ്റ്, ഇമ്പോർട്ടന്റ് പേഴ്സൺ. ഇപ്പൊ 3 ഇഡിയം എന്ന് പറഞ്ഞു നോക്കിയേ. മാൻ ഓഫ് പാർട്സ് എന്നാൽ ടാലന്റഡ് പേഴ്സൺസ്. മാൻ ഓഫ് ലെറ്റേഴ്സ് എന്നാലോ ലിറ്ററേച്ചർ പേഴ്സൺസ്. ഇനി മാൻ ഓഫ് വെയിറ്റ് എന്നാലോ വെയിറ്റ് ഇട്ടിരിക്കുന്ന ആരാണ്, ഇമ്പോർട്ടന്റ് പേഴ്സൺ. ഇനി മാൻ ഓഫ് സ്ട്രാ എന്ന് പറഞ്ഞാൽ ഉണങ്ങിക്കരിഞ്ഞ പുല്ലെന്നൊക്കെയാണ് അർത്ഥം. ഉപയോഗം ഉണ്ടോ, അത് ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുന്ന പുല്ല് ഉപയോഗം ഉണ്ടോ, ഇല്ല, യൂസ്ലെസ് പേഴ്സൺസ്. മാൻ ഓഫ് സ്ട്രാ മീൻസ് യൂസ്ലെസ് പേഴ്സൺ, ഉപയോഗമില്ലാത്ത ആൾക്കാർ, യൂസ്ലെസ് പേഴ്സൺസ്. ഇനി മാൻ ഇൻ ദ സ്ട്രീറ്റ്, അതുപോലെ തന്നെ മാൻ ഇൻ ദ ഫീൽഡ്, രണ്ടെണ്ണം പഠിക്കാം. എപ്പോഴും തെരുവിലും അതുപോലെ തന്നെ പാടത്തൊക്കെ കാണുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോമൺ പീപ്പിൾ ആയിരിക്കും. മാൻ ഇൻ ദ ഫീൽഡ്, മാൻ ഇൻ ദ സ്ട്രീറ്റ്, എന്ത് ചെയ്യും, കോമൺ പീപ്പിൾ. മാൻ ഇൻ ദ ഫീൽഡ്, മാൻ ഇൻ ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺ പീപ്പിൾ. എന്ത് ചെയ്യും, തെരുവിലും പാടത്തൊക്കെ എപ്പോഴും കാണുന്ന ആൾക്കാര് കോമൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ, മാൻ ഓഫ് പാർട്സ്, പാർട്ട്, തല, കൈ, കാല് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് എന്ന് പറയാം ടാലന്റഡ് പേഴ്സൺസ്. ഇനി അക്ഷരം കൊണ്ട് കളിക്കുന്ന ആരാണ്, മാൻ ഓഫ് ലെറ്റേഴ്സ്, ലിറ്ററേച്ചർ പേഴ്സൺസ്. വെയിറ്റ് ഇട്ടിരിക്കുന്ന ആരാണ്, മാൻ ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് പേഴ്സൺസ്. മാൻ ഓഫ് സ്ട്രാ എന്ന് പറഞ്ഞാലോ യൂസ്ലെസ് പേഴ്സൺസ്. ഇനി മാൻ ഇൻ ദ സ്ട്രീറ്റ്, മാൻ ഇൻ ദ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടിന്റെ അർത്ഥം കോമൺ പീപ്പിൾ അല്ലെങ്കിൽ കോമൺ മാൻ. ഇനി നെക്ക് ആൻഡ് നെക്ക്, നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിട്ട് പറയാറുണ്ട് പയ്യനും പെൺകുട്ടിയും നെക്ക് ആൻഡ് നെക്ക് റിലേഷൻ ആണ് കീപ്പ് ചെയ്തത്. എന്താണ് ഈ നെക്ക് ആൻഡ് നെക്ക്, ഈക്വൽ ലെവൽ. നെക്ക് ആൻഡ് നെക്ക് എന്ന് പറഞ്ഞാൽ ഈക്വൽ ലെവൽ, ഒപ്പത്തിനൊപ്പം. നെക്ക് ആൻഡ് നെക്ക് മീൻസ് ഈക്വൽ ലെവൽ. ഒന്നും കൂടെ പറഞ്ഞു നോക്കിയേ, മാൻ ഓഫ് പാർട്സ്, ടാലന്റഡ് പേഴ്സൺസ്. മാൻ ഓഫ് ലെറ്റേഴ്സ്, ലിറ്ററേച്ചർ പേഴ്സൺസ്. മാൻ ഓഫ് വെയിറ്റ്, ഇമ്പോർട്ടന്റ് പേഴ്സൺസ്. ഇനി മാൻ ഓഫ് സ്ട്രാ എന്നാൽ യൂസ്ലെസ് പേഴ്സൺ. മാൻ ഇൻ ദ സ്ട്രീറ്റ്, മാൻ ഇൻ ദ ഫീൽഡ്, രണ്ടിന്റെ അർത്ഥം എന്താ, കോമൺ പീപ്പിൾ അല്ലെങ്കിൽ കോമൺ മാൻ. അതേപോലെ നെക്ക് ആൻഡ് നെക്ക് എന്നാൽ ഈക്വൽ ലെവൽ. അടുത്ത ഇടി നോക്കിയേ, ഹാൻഡ് ഇൻ ഹാൻഡ്, ഹാൻഡ് ഇൻ ഗ്ലൗസ്. നോക്കിയോ, നമ്മള് കൈകൾ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചേർത്ത് പിടിച്ച് നടക്കുക, ഹാൻഡ് ഇൻ ഹാൻഡ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ന്യൂലി കപ്പിൾസ് ഒക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടന്റെ കൈയൊക്കെ പിടിച്ച് ചേച്ചി എപ്പോഴും നടക്കാറുണ്ട്, എന്നുമില്ല, കുറച്ചു നാൾ മാത്രം, ഇല്ലേ? ആ സമയത്ത് അവർ വളരെ ക്ലോസ് അസോസിയേഷൻ അല്ലെങ്കിൽ വെരി ക്ലോസ് റിലേഷൻസ് ആയിരിക്കും, നല്ല ബന്ധങ്ങളായിരിക്കും, ഇല്ലേ? അതുപോലെ കയ്യിലിടുന്ന ഗ്ലൗസ്, നമ്മൾ ഇറുകി കിടക്കുന്ന ഗ്ലൗസ് അല്ലേ കയ്യിലിടാറുള്ളൂ, വെരി ക്ലോസ് ആയിരിക്കും, ഇല്ലേ? അപ്പൊ ഹാൻഡ് ഇൻ ഹാൻഡ്, ഹാൻഡ് ഇൻ ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ
വെരി ക്ലോസ് റിലേഷൻസ് അല്ലെങ്കിൽ വെരി ക്ലോസ് അസോസിയേഷൻ, വളരെ നല്ല ബന്ധങ്ങൾ. ഹാൻഡ് ഇൻ ഹാൻഡ്, ഹാൻഡ് ഇൻ ഗ്ലൗസ് എന്നാൽ എന്താണ്? വെരി ക്ലോസ് റിലേഷൻ അല്ലെങ്കിൽ വെരി ക്ലോസ് അസോസിയേഷൻ. ഇനി ഓൾ ഇയേഴ്സ്, ഓൾ ഇയേഴ്സ് നിങ്ങൾ ഓർക്കുക, നിങ്ങൾ അപ്പുറത്തെ റൂമിൽ അല്ലെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് അമ്മായിയമ്മ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയിട്ട് എന്തോ കാര്യം പറയും. അപ്പൊ നിങ്ങൾക്കത് റൂം അടച്ചു, അപ്പൊ നിങ്ങൾക്കത് കേൾക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ ചെന്ന് ചെവി കൂർപ്പിച്ച് നിൽക്കാറുണ്ട്. ഓൾ ഇയേഴ്സ്, രണ്ട് ചെവിയും കൂർപ്പിച്ച് നിൽക്കാറുണ്ട്. എന്താണ്? ഈഗർ ടു ഹിയർ, കേൾക്കാനുള്ള ആഗ്രഹം. അപ്പൊ ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഗർ ടു ഹിയർ, കേൾക്കാനുള്ള ആഗ്രഹം. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഹാൻഡ് ഇൻ ഹാൻഡ് വെരി ക്ലോസ് റിലേഷൻ, ഹാൻഡ് ഇൻ ഗ്ലൗസ് എന്നാലോ വെരി ക്ലോസ് റിലേഷൻ എന്ന് തന്നെയാണ്. ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈഗർ ടു ഹിയർ. ഇനി ടു ഹാവ് നോ ബാക്ക് ബോൺ, അടുത്ത ഇടിയാണ് ടു ഹാവ് നോ ബാക്ക് ബോൺ. അപ്പൊ ഇങ്ങനെ നട്ടലില്ലാത്തവനെ പോലെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? വിത്തൗട്ട് എ ക്യാരക്ടർ, ഒരു സ്വഭാവമില്ലാത്ത ആൾക്കാർ, വ്യക്തമായ ഒരു സ്വഭാവമില്ലാത്ത ആൾക്കാരെയൊക്കെ നമുക്ക് എന്ന് പറയാം ടു ഹാവ് നോ ബാക്ക് ബോൺ എന്ന് പറയാം. വിത്തൗട്ട് എ ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർലെസ് പീപ്പിൾ, സ്വഭാവമില്ലാത്ത ആൾക്കാർ അല്ലേ. അടുത്ത ഹെഡ് ഓവർ ഹീൽ, തലയ്ക്കുമിതേ കാല്. ഇപ്പൊ പെൺകുട്ടികളൊക്കെ പൊതുവെ എങ്ങനെയാണ് നടക്കുന്നത്? അവരുടെ നടത്തത്തിനാണ് വളരെ വർണ്ണന വളരെ കൂടുതൽ അല്ലേ, അന്നനട എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ പൊതുവെ എന്ത് ചെയ്യുന്നു? പെൺകുട്ടികൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് നടക്കുന്നത്. എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പട്ടി കടിക്കാൻ ഓടിച്ചു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് വാക്ക് പോലും നടക്കാറുണ്ടോ? ഉള്ള സാരിയും മടത്തുകൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യാറുണ്ട്? ഓടിത്തള്ളാറുണ്ട് അല്ലേ. വെരി എക്സൈറ്റ്മെന്റ്, തലയ്ക്കുമിതേ കാല്. ഹെഡ് ഓവർ ഹീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി എക്സൈറ്റ്മെന്റ്, വളരെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നു. ഇപ്പൊ ഹെഡ് ഓവർ ഹീല് വെരി എക്സൈറ്റ്മെന്റ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹാൻഡ് ഇൻ ഹാൻഡ് വെരി ക്ലോസ് റിലേഷൻസ്, ഹാൻഡ് ഇൻ ഗ്ലൗസ് എന്നാലോ അതിന്റെ അർത്ഥം വെരി ക്ലോസ് റിലേഷൻ എന്ന് തന്നെയാണ്. ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാലോ ഈഗർ ടു ഹിയർ, ടു ഹാവ് നോ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാലോ വിത്തൗട്ട് എ ക്യാരക്ടർ. ഇനി ഹെഡ് ഓവർ ഹീൽ എന്നാലോ വെരി എക്സൈറ്റ്മെന്റ്. ഇനി ലിപ് സർവീസ്, ലിപ്പ് ആർ സീൽഡ്. നോക്കിയിരുന്നു ലിപ് സർവീസ്. നിങ്ങൾ ഫ്രണ്ട്സ് സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ഫ്രണ്ട്സ് സിനിമ. അതിനകത്ത് മീനെ ഷോക്കടിച്ച് വീഴുമ്പോഴത്തേക്കും ജയറാം ഓടിപ്പോയിട്ട് ലിപ് സർവീസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ എന്താണ് ലിപ് സർവീസ് ചെയ്യുന്നത്? കൃത്രിമ ശ്വാസം കൊടുക്കുന്നു. എന്തിനാണ്? ജീവൻ സപ്പോർട്ട് ചെയ്തെന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ ലിപ് സർവീസ് എന്ന് പറഞ്ഞാൽ ടു സപ്പോർട്ട് എന്നാണ് കേട്ടോ. അതായത് ഒരു ആശയം പറയുന്നു, അത് നമ്മൾ അനുകൂലിക്കുന്നു എന്നർത്ഥത്തിൽ. ലിപ് സർവീസ് ടു സപ്പോർട്ട്. പറഞ്ഞു നോക്കിയേ, ലിപ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സപ്പോർട്ട്. എന്നാൽ ലിപ്പ് ആർ സീൽഡ്, ലിപ്സ് ആർ സീൽഡ്. പള്ളിയിലച്ഛൻ ഓർക്കണം കേട്ടോ. പള്ളിയിലച്ഛൻ നമ്മൾക്ക് കുമ്പസരിക്കുമല്ലോ, കുമ്പസരിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് എല്ലാ മോശത്തനും അച്ഛൻ്റെ അടുത്ത് പറയും അച്ഛന്റെ ലിപ്പ് സീലാണ്. അതിന്റെ അർത്ഥം എന്താണ്? അച്ഛൻ ആ രഹസ്യം ആരുടെ അടുത്തെങ്കിലും പറയും നമ്മൾ കുമ്പസരിച്ച കാര്യം? ഇല്ല. അപ്പൊ ലിപ്പ് ആർ സീൽഡ് എന്ന് പറഞ്ഞാൽ കീപ്പ് എ സീക്രട്ട്. ലിപ്പ് ആർ സീൽഡ്, കീപ്പ് എ സീക്രട്ട്. ഓർമ്മയിലിരുന്നേ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹാൻഡ് ഇൻ ഹാൻഡ് വെരി ക്ലോസ് റിലേഷൻ, ഹാൻഡ് ഇൻ ഗ്ലൗസ് വെരി ക്ലോസ് റിലേഷൻ, ഓൾ ഇയേഴ്സ് ഈഗർ ടു ഹിയർ, ടു ഹാവ് നോ ബാക്ക് ബോൺ വിത്തൗട്ട് എ ക്യാരക്ടർ, ഹെഡ് ഓവർ ഹീല് വെരി എക്സൈറ്റ്മെന്റ്, ലിപ് സർവീസ് ടു സപ്പോർട്ട്, ലിപ്പ് ആർ സീൽഡ്, കീപ്പ് എ സീക്രട്ട്. അതുപോലെ വരുന്ന മറ്റിടിയാണ് റീഡ് മൈ ലിപ്സ്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ചെവി കേട്ടൂടാന്ന് വെക്കാം, ചെവി കേട്ടൂടാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നൂടാ? ഞാനിപ്പോ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ എവിടെ നോക്കാറുണ്ട്? ചുണ്ടിൽ നോക്കിയിരിക്കാറുണ്ട് അല്ലേ. എന്റെ ചുണ്ടിന്റെ മൂവ്മെന്റ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ റീഡ് മൈ ലിപ്സ് എന്ന് പറഞ്ഞാൽ ലിസൺ കെയർഫുള്ളി എന്നാണ്. റീഡ് മൈ ലിപ്സ്, ലിസൺ കെയർഫുള്ളി എന്നാണ് കേട്ടോ. റീഡ് മൈ ലിപ്സ്, ലിസൺ കെയർഫുള്ളി. അടുത്താണ് അയൺ ഹാൻഡ്, അയൺ വില്ല്. ഓർമ്മയിലിരിക്കുക. ഈ പാറയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഇപ്പൊ അച്ഛൻ്റെയൊക്കെ കൈ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ വളരെ ഹാർഡ് ആയിരിക്കും, വളരെ സ്ട്രോങ് ആയിരിക്കും. നമ്മളെ കയ്യിൽ അത്രയും ഹാർഡ്നെസ് ഉണ്ടോ? അല്ലെങ്കിൽ സ്ട്രോങ് ആണോ? അത്ര സ്ട്രോങ് അല്ല. നമ്മളെ കൈയൊക്കെ പിതുപിതായിരിക്കും. കാരണം എന്താണ്? നമ്മൾ ഹാർഡ് വർക്കിംഗ് അല്ല ഇല്ലേ. അവരെ കൈ കൊണ്ട് ഒരെണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 5-6 ദിവസം വച്ചാനെത്താം ഇല്ലേ. അയൺ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ബൈ സ്ട്രോങ്ലി. ഉരുക്ക് കൈ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്. അയൺ ഹാൻഡ് ബൈ സ്ട്രോങ്ലി, ശക്തമായ രീതിയിൽ. ഈ ജിമ്മിലൊക്കെ പോകുന്ന ചേട്ടന്മാരൊക്കെ നാരങ്ങ പിഴിഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ പൊത്ത് കയ്യിലിരിക്കൂലേ. അയൺ ഹാൻഡ് ബൈ സ്ട്രോങ്ലി. നമ്മളൊക്കെയാണ് നാരങ്ങ പിഴിയണമെങ്കിലാ ചാറും വരൂല, അങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും. അയൺ ഹാൻഡ് ബൈ സ്ട്രോങ്ലി. എന്നാ അയൺ വില്ല്, വില്ലെന്ന് പറഞ്ഞ തീരുമാനം ഉണ്ട്. അയൺ വില്ല് എന്ന് പറഞ്ഞ എന്താണ്? സ്ട്രോങ് ഡിസിഷൻ. അയൺ വില്ല്, സ്ട്രോങ് ഡിസിഷൻ. ഒന്നും കൂടെ പറഞ്ഞേ. ലിപ് സർവീസ് അല്ലെങ്കിൽ റീഡ് മൈ ലിപ്സ് എന്നാൽ
ലിസൺ കെയർഫുള്ളി. അയൺ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ബൈ സ്ട്രോങ്ലി. അയൺ വിൽ എന്നാൽ സ്ട്രോങ് ഡിസിഷൻ. ഇനി റൈറ്റ് ഹാൻഡ്, ഇപ്പോഴേ മോഹൻലാലിന്റെ റൈറ്റ് ഹാൻഡ് ആണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? വലങ്കൈ. വലങ്കൈ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണിക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? ഇല്ല, കേറി അടിക്കട ഗോപാല എന്ന് പറയും. അത്രേ ഉള്ളൂ. റൈറ്റ് ഹാൻഡ് എന്നാൽ ഗുഡ് അസിസ്റ്റന്റ്, വിശ്വസ്തനായ തേരാളി. നമുക്ക് റൈറ്റ് ഹാൻഡ് ഒക്കെ ഉണ്ട്, അടി വരുമ്പം റൈറ്റ് ഹാൻഡ് ഓടി വീട്ടിൽ പോകും അല്ലെ. റൈറ്റ് ഹാൻഡ് എന്നാൽ ഗുഡ് അസിസ്റ്റന്റ്, വിശ്വസ്തനായ തേരാളി എന്നാണ് കേട്ടോ. റൈറ്റ് ഹാൻഡ് ഗുഡ് അസിസ്റ്റന്റ്. ഇനി ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞാലോ, നിങ്ങൾ ഓർക്കുക, ഞാൻ ഒരാളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു, എന്ത് ചെയ്യും? എന്നിട്ട് പറയാണ് ഷീസ് മൈ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് ഞാൻ ക്യാപ്ഷൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾ എന്ത് തെറ്റിദ്ധരിക്കുന്നു? എന്ത് ചെയ്യുന്നൂടെ? അങ്ങേരെ ജീവന്റെ ജീവനായിരിക്കും എന്നായിരിക്കും വിശ്വസിക്കുന്നത്. പക്ഷെ ഫ്ലഷ് ആൻഡ് ബ്ലഡ്, നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു മൈ ബ്ലഡ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ് എന്റെ പൂർണ്ണ രൂപം, ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ക്ലോസ് റിലേറ്റീവ്സ്. ഫ്ലഷ് ആൻഡ് ബ്ലഡ് ക്ലോസ് റിലേറ്റീവ്സ്. എന്ത് ചെയ്യുന്നൂടെ? സിബ്ലിങ്സിനെയൊക്കെ പറയുന്നതിന് കേട്ടോ. ഫ്ലഷ് ആൻഡ് ബ്ലഡ് ക്ലോസ് റിലേറ്റീവ്സ്. എന്നാ കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാലോ, നമ്മൾ ഈ കേസിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്കും പോലീസൊക്കെ പറയും കോൾഡ് ബ്ലഡഡ് മേർഡർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അൺഇമോഷണൽ മാനർ. കോൾഡ് ബ്ലഡ് മീൻസ് അൺഇമോഷണൽ മാനർ, ഒരു ഇമോഷൻസ് ഇല്ലാണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. കോൾഡ് ബ്ലഡ് അൺഇമോഷണൽ മാനർ. എന്നാ ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാലോ, നമ്മളിലില്ല റോയൽ ഫാമിലി മെമ്പേഴ്സ്. ബ്ലൂ ബ്ലഡ് മീൻസ് റോയൽ ഫാമിലി മെമ്പേഴ്സ്, ഹയർ ബർത്ത്, ഉന്നത കുലത്തിലുള്ള ആൾക്കാർ. ഒന്നും പറഞ്ഞേ. റീഡ് മൈ ലിപ്സ് എന്നാൽ ലിസൺ കെയർഫുള്ളി. അയൺ ഹാൻഡ് ബൈ സ്ട്രോങ്ലി. അയൺ വില്ല് സ്ട്രോങ് ഡിസിഷൻ. അതുപോലെ റൈറ്റ് ഹാൻഡ് ഗുഡ് അസിസ്റ്റന്റ്. ഫ്ലഷ് ആൻഡ് ബ്ലഡ് ക്ലോസ് റിലേറ്റീവ്സ്. കോൾഡ് ബ്ലഡ് അൺഇമോഷണൽ മാനർ. ബ്ലൂ ബ്ലഡ് റോയൽ ഫാമിലി മെമ്പേഴ്സ്. മറക്കൂലല്ലോ. അടുത്ത് നോക്കിയേ. ടു ക്ലിയർ ബ്രസ്റ്റ്. നമ്മൾ നേരത്തെ അച്ഛന്റെ കാര്യം, പള്ളിയിൽ അച്ഛന്റെ കാര്യം പറഞ്ഞു. എന്ത് ചെയ്യുന്നു? ഇപ്പൊ കുമ്പസരിക്കുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ പുറത്ത് പറയില്ല. പക്ഷെ ആ കുമ്പസരിക്കുന്ന ആളെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ടു ക്ലിയർ ബ്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലുള്ളതെല്ലാം അങ്ങ് പറയുന്നു അല്ലെ. എല്ലാ തെറ്റുകളും ഏറ്റു പറയുന്നു. കൺഫെഷൻ, നമ്മൾ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നു. കാരണം അച്ഛൻ ആരോടും പറയില്ലെന്നറിയാം, അതുകൊണ്ട് എന്ത് മോശത്തരമാണെങ്കിലും പറയാം. ടു ക്ലിയർ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺഫെഷൻ, കൺഫസ് ചെയ്യുക, കുമ്പസരിക്കുക, തെറ്റുകൾ ഏറ്റു പറയുക എന്നാണ് കേട്ടോ. അടുത്തത് അണ്ടർ വൺസ് തമ്പ്. നമ്മൾ പറയില്ലേ വീട്ടിലൊക്കെ എന്ത് ചെയ്യുന്നൂടെ? ഭാര്യയെ ഭർത്താവ് ചൂണ്ടി നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ്. ആനയെ പാപ്പാൻ ചൂണ്ടി നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ് ആന. അണ്ടർ വൺസ് തമ്പ് എന്നാൽ അണ്ടർ വൺസ് കൺട്രോൾ. ആനയ്ക്ക് ഭ്രാന്തളാകുമ്പം പാപ്പാൻ ആന എന്ത് ചെയ്യും? ചവിട്ടി വെച്ചിരിക്കും അല്ലേ. അണ്ടർ വൺസ് തമ്പ് മീൻസ് അണ്ടർ വൺസ് കൺട്രോൾ, ഒരാളുടെ കൺട്രോളിലുള്ള കാര്യം. ഇനി ഗിവ് എ ലോങ് റോപ്പ് എന്നാലോ, നമ്മളൊക്കെ പറയാറുണ്ട് ആ പയ്യനെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കയറവത്ത് വിട്ടിരിക്കുകയാണ് പറയാറുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താ? എന്ത് ചെയ്താലും വീട്ടുകാരൊന്നും പറയില്ല. ടു മച്ച് ഫ്രീഡം. ഹലോ, ടു മച്ച് ഫ്രീഡം, അധിക സ്വാതന്ത്ര്യം നൽകുക. അപ്പൊ ഗിവ് എ ലോങ് റോപ്പ് എന്ന് പറഞ്ഞ എന്തോ? ഹലോ ടു മച്ച് ഫ്രീഡം, അങ്ങേയറ്റം സ്വാതന്ത്ര്യം നൽകുക. ഹലോ ടു മച്ച് ഫ്രീഡം. എന്നാൽ എഗ് ഓൺ യുവർ ഫേസ് എന്ന് പറഞ്ഞാലോ, എഗ് ഓൺ യുവർ ഫേസ്. കുട്ടികളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പാട്ട് പാടിയെന്ന് നോക്കിയാൽ, എനിക്ക് പാടാനൊന്നും അറിയില്ല, പാട്ട് അട്ടർ ഫെയില്യൂർ ആയിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കൂകും. ചിലവരെന്ത് ചെയ്യും? പണ്ടത്തെ കാലത്തൊക്കെയാണെങ്കിൽ ചീമൂട്ടി എറിയുമെന്ന് പറയും ഇല്ലേ. പരിപാടി ഫ്ലോപ്പ് ആയാലേ എറിയുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? തെറ്റ് വരുത്തണം പാട്ടില് അല്ലെങ്കിൽ വരികളില്. എന്ത് ചെയ്യും? സൗണ്ട് ഒക്കെ മോശമാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ചീമൂട്ടി എറിഞ്ഞ് കയറ്റും ഇല്ലേ. എഗ് ഓൺ യുവർ ഫേസ് മേക്ക് എ ഫോൾട്ട്. എഗ് ഓൺ യുവർ ഫേസ് മേക്ക് എ ഫോൾട്ട്, തെറ്റുകൾ വരുത്തുക. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ. ക്ലിയർ ബ്രസ്റ്റ് എന്നാൽ കൺഫെഷൻ. അണ്ടർ വൺസ് തമ്പ് എന്നാൽ അണ്ടർ വൺസ് കൺട്രോള്. ഗിവ് എ ലോങ് റോപ്പ് എന്നാൽ അലോ ടു മച്ച് ഫ്രീഡം. എഗ് ഓൺ യുവർ ഫേസ് എന്നാൽ മേക്ക് എ ഫോൾട്ട്. ഇനി അടുത്തതാണ് ടു സീ ഐ ടു ഐ. ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഉപദേശിക്കുമ്പം ചില ആൾക്കാർ എന്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കും, എന്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കും. ചില ആൾക്കാർ ഉപദേശിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വഴക്ക് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നൂടെ? തെങ്ങിന്റെ മണ്ടേ നോക്കും, അല്ലെങ്കിൽ താഴെ അപ്പുറത്തോട്ട് നോക്കും, ഒക്കെ നോക്കും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം പറ. ചില ആൾക്കാർ എന്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? അവരത് സമ്മതിക്കുന്നു, കേൾക്കുന്നു, ഇഷ്ടത്തോടെ കേൾക്കുന്നു ഇല്ലേ. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നൂടെ? തെങ്ങിന്റെ മണ്ടയിൽ നോക്കും, അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, എന്റെ മുഖത്ത് നോക്കില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഈ കാലമാടിന് വേറെ പണിയില്ലേ എന്നർത്ഥത്തില് ഇഷ്ടമില്ലാണ്ട് നിൽക്കുന്നു. അപ്പൊ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യുക എന്നാണ്. മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യുന്നു.
ടു സി ഐ ടു ഐ മീൻസ് ടു എഗ്രി എന്നാണ് കേട്ടോ. ടു സി ഐ ടു ഐ എഗ്രി, കണ്ണി നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യുന്നു. ഇനി ബോൺ വിത്ത് സിൽവർ സ്പൂൺ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അവൻ സ്വർണ്ണക്കപ്പ് അല്ലെങ്കിൽ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ചു, അല്ലെങ്കിൽ നമ്മുടെ വെള്ളിക്കരണ്ടിയിൽ ജനിച്ചവനാണ്, എപ്പോഴും വെള്ളിക്കരണ്ടിയിൽ ജനിച്ചവനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺ റിച്ച്, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ജനനം എന്നൊക്കെ പറയില്ലേ, നല്ല വലിയ കുടുംബത്തിൽ ജനിച്ചു. ബോൺ റിച്ച്. ബോൺ വിത്ത് സിൽവർ സ്പൂൺ എന്നാൽ ബോൺ റിച്ച്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ. ടു ക്ലിയർ ബ്രസ്റ്റ്, കൺഫെഷൻ. അണ്ടർ വൺസ് തമ്പ്, അണ്ടർ വൺസ് കൺട്രോള്. ഗിവ് എ ലോങ് റോപ്പ്, അലോ ടു മച്ച് ഫ്രീഡം. എഗ് ഓൺ യുവർ ഫേസ്, മേക്ക് എ ഫോൾട്ട്. ടു സി ഐ ടു ഐ എഗ്രി. ബോൺ വിത്ത് സിൽവർ സ്പൂണ്, ബോൺ റിച്ച്. കീപ്പ് ആൻ ആംസ് ലെങ്ത്. വീട്ടിലൊക്കെ ചേട്ടൻ പറയാറില്ലേ, എന്റെ കൈവാക്കൊന്ന് മാറുന്നില്ലെന്ന് പറയാറുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താ? അങ്ങ് തള്ളിക്കേറി ചെല്ലാനാണോ? അല്ല, നീങ്ങുന്നില്ല, അടിച്ചു പറ്റിച്ചേരുന്നാണ്. അപ്പൊ നമ്മള് ഇവിടെ അടുത്തോട്ടൊന്നും പോണ്ടെന്നർത്ഥം. കീപ്പ് ഓൺ അല്ലെങ്കിൽ കീപ്പ് ആൻ ആണ്, ഓൺ അല്ല. കീപ്പ് ആൻ ആംസ് ലെങ്ത് എന്നാൽ കീപ്പ് എ ഡിസ്റ്റൻസ്. കീപ്പ് ആൻ ആണ്, ഓൺ അല്ല. കീപ്പ് ആൻ ആംസ് ലെങ്ത്, കീപ്പ് എ ഡിസ്റ്റൻസ്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ ഇഡിയംസ്. ടു ക്ലിയർ ബ്രസ്റ്റ്, കൺഫെഷൻ. അണ്ടർ വൺസ് തമ്പ്, അണ്ടർ വൺസ് കൺട്രോള്. ഗിവ് എ ലോങ് റോപ്പ്, അലോ ടു മച്ച് ഫ്രീഡം. എഗ് ഓൺ യുവർ ഫേസ്, മേക്ക് എ ഫോൾട്ട്. ടു സി ഐ ടു ഐ എഗ്രി. ബോൺ വിത്ത് സിൽവർ സ്പൂണ്, ബോൺ റിച്ച്. കീപ്പ് ആൻ ആംസ് ലെങ്ത്, കീപ്പ് എ ഡിസ്റ്റൻസ്. അടുത്ത് നോക്കിയേ. ലേൺ ബൈ ഹാർട്ട്. അപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ അത് ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ് കൂട്ടല്ലേ? ഹൃദയം കൊണ്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആസ്വദിച്ച് പഠിക്കുക എന്നാണ് കേട്ടാ, മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ളത് മറന്നു പോവോ? ഇല്ല, എപ്പോഴും നമ്മൾ ഓർക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പം ലേൺ ബൈ ഹാർട്ട് ആയിരിക്കണം. ടു മെമ്മറൈസ്, ഓർത്തെടുക്കുക എന്നാണ് കേട്ടോ. നമ്മൾ ഹൃദയം കൊണ്ട് ഒരാളെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ ജീവിതത്തിൽ നിന്ന് മറന്നു പോവോ? ഇല്ല. അപ്പൊ ലേൺ ബൈ ഹാർട്ട് മീൻസ് ടു മെമ്മറൈസ്, ഓർമ്മിക്കുക. ടു മെമ്മറൈസ് എന്നാണ് കേട്ടോ. ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ഓഫ് ഹാൻഡ്, നിങ്ങളൊക്കെ വീട്ടിലൊക്കെ ഓഫ് ഹാൻഡ് ജോബ് ചെയ്യും. ഇല്ല, ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ പിന്നില്ലേ എന്ന് നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നൂടെ? നമുക്ക് സത്യത്തെ അറിഞ്ഞൂടെ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവസാനം കഞ്ഞി പോലെ വാങ്ങി കൊടുക്കും. ചേട്ടാ കോരി കുടിച്ചോ എന്ന് പറയും ഇല്ലേ? ഓഫ് ഹാൻഡ് മീൻസ് വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ, യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ. ഓഫ് ഹാൻഡ് ജോബ് എന്നൊക്കെ പറഞ്ഞാൽ വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ. സേവ് വൺസ് ഫേസ്, പരമകൂതറയാണ്. എന്ത് ചെയ്യുന്നൂടെ? ചേട്ടൻ എന്ന് വെച്ചോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർ. എന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്ന് പറയും, ഇങ്ങനെ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും അല്ലേ? അപ്പൊ സേവ് വൺസ് ഫേസ് എന്നാൽ സേവ് വൺസ് പ്രസ്റ്റീജ്, അഭിമാനം കാത്തു സൂക്ഷിക്കുക. അപ്പൊ സേവ് വൺസ് ഫേസ്, സേവ് വൺസ് പ്രസ്റ്റീജ്. അപ്പൊ 3 ഇഡിയം പറഞ്ഞേ. ലേൺ ബൈ ഹാർട്ട്, ടു മെമ്മറൈസ്. ഓഫ് ഹാൻഡ് മീൻസ് വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ. സേവ് വൺസ് ഫേസ്, മെയിൻറ്റെയിൻ വൺസ് പ്രസ്റ്റീജ്. ടൂത്ത് ആൻഡ് നെയിൽ, നിങ്ങൾ പരീക്ഷയിൽ പഠിക്കുന്നത് ടൂത്ത് ആൻഡ് നെയിൽ എഫേർട്ട് എടുത്താണ് നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ വന്നത്. വിത്ത് ഓൾ ഫോഴ്സ്. ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സർവശക്തിയോട് കൂടി എന്ന് പറയില്ലേ, എന്ത് ചെയ്യുന്നൂടെ? എല്ലാ പവറോട് കൂടി. ടൂത്ത് ആൻഡ് നെയിൽ വിത്ത് ഓൾ ഫേസ്. ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറഞ്ഞാൽ വിത്ത് ഓൾ ഫോഴ്സ്, ഫേസ് അല്ല ഫോഴ്സ്, സർവശക്തിയോട് കൂടി, വിത്ത് ഓൾ ഫോഴ്സ്. ഓക്കെ. സ്ലീപ്പിംഗ് പാർട്ട്ണർ, കുട്ടികൾ ഒരു സിനിമയുണ്ട്, ആ സിനിമയുടെ പേര് ഞാൻ വിട്ടുപോയി. ആ സിനിമയില് അതിലെ കഥാപാത്രം എന്ത് ചെയ്യും? ഓടിപ്പോയി കുളിച്ചിട്ട് പെട്ടെന്ന് പൗഡറൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറി ഉടുപ്പൊക്കെ ഇട്ട് എന്ത് ചെയ്യും? തലയൊക്കെ ചീകി വെച്ചിട്ട് കയറി കിടന്നിട്ട് അദ്ദേഹം പറയും, എടി കഞ്ഞിയാവുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പം എന്ത് ചെയ്യും? ഭാര്യയോടാണ് പറയുന്നത്. ഭാര്യ എന്തെന്ന് പറയും? മനുഷ്യൻ ഇന്നും ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കും ഇല്ലേ? അദ്ദേഹം ഉറങ്ങാനാണ് പോയത്. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നാൽ വൺ ഹു ഡസന്റ് വർക്ക്, വൺ ഹു ഡസന്റ് വർക്ക്, ജോലിക്കൊന്നും പോകുന്നില്ല. അതായത് ഈ ബിസിനസിന്റെ കാര്യത്തിലാണ് ഇത് പറയുന്നത്. നമ്മൾ ബിസിനസ്സിൽ പേര് വെളിപ്പെടുത്താത്ത ബിസിനസ് പാർട്ട്നേഴ്സ്, അതിനെയാണ് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. വൺ ഹു ഡസന്റ് വർക്ക്. അപ്പൊ ഒന്ന് പറഞ്ഞേ. ലേൺ ബൈ ഹാർട്ട്, ടു മെമ്മറൈസ്. ഓഫ് ഹാൻഡ് വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ. സേവ് വൺസ് ഫേസ്, മെയിൻറ്റെയിൻ വൺസ് പ്രസ്റ്റീജ് അല്ലെങ്കിൽ സേവ് വൺസ് പ്രസ്റ്റീജ്. ടൂത്ത് ആൻഡ് നെയിൽ വിത്ത് ഓൾ ഫോഴ്സ്. സ്ലീപ്പിംഗ് പാർട്ട്ണർ വൺ ഹു ഡസന്റ് വർക്ക്. ഓക്കെ ആണല്ലോ? പാടുണ്ടോ? അപ്പൊ നമ്മള് ബോഡി പാർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ഇഡിയംസ് ആണ് നോക്കിയത്. വളരെ എളുപ്പമാണ്. ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ. റാൻഡം ആയിട്ട് ഞാനൊന്ന് ചോദിക്കുമ്പോൾ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിച്ചു നോക്കുക. നോക്കിയേ. മാൻ ഓഫ് പാർട്സ്, തല, കൈ, കാല് ഒക്കെ ഉപയോഗിക്കുന്നു. വീട്ടിൽ അമ്മേനെ ഓർക്കാൻ പറഞ്ഞു. ഒരേ സമയത്ത് ഹസ്ബൻഡുമായിട്ട് വഴക്കടിക്കും,
എന്ത് ചെയ്യുന്നൂടെ പാചകം കറക്റ്റ് നടക്കും, നിങ്ങൾക്ക് ചോറും തന്നുകൊണ്ടിരിക്കും അല്ലേ. ടാലന്റഡ് പേഴ്സൺസ്. മാൻ ഓഫ് ലെറ്റേഴ്സ്, അക്ഷരം കൊണ്ട് കളിക്കുന്ന ആരാണെന്ന് പറഞ്ഞു, ലിറ്ററേച്ചർ പേഴ്സൺസ്. മാൻ ഓഫ് വെയിറ്റ് ഇട്ടിരിക്കുന്ന ആരാണെന്ന് പറഞ്ഞു, ഇമ്പോർട്ടന്റ് പേഴ്സൺസ്. മാൻ ഇൻ ദ സ്ട്രീറ്റ്, മാൻ ഇൻ ദ ഫീൽഡ്, തെരുവിലും പാടത്തും എപ്പോഴും കാണുന്ന ആൾക്കാർ ആരാണ്, കോമൺ പീപ്പിൾ, സാധാരണക്കാരാണ് അല്ലെ. മാൻ ഓഫ് സ്ട്രാ എന്ന് പറഞ്ഞ ഉണങ്ങിയ പുല്ല്, കരിഞ്ഞുണങ്ങിയ പുല്ല്, യൂസ്ലെസ് പേഴ്സൺസ്. ഓക്കെ, ഇനി നെക്ക് ആൻഡ് നെക്ക് എന്ന് പറഞ്ഞാലോ ഈക്വൽ ലെവല്. ഹാൻഡ് ഇൻ ഗ്ലൗസ് എന്നൊക്കെ പറഞ്ഞാലോ ഹാൻഡ് ഇൻ ഹാൻഡ്, കൈകൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആൾക്കാര്, വെരി ക്ലോസ് റിലേഷൻസ് എന്ന് പറയും അല്ലേ. ഓൾ ഇയേഴ്സ്, അമ്മായിയമ്മ എന്ത് ചെയ്യുന്നൂടെ ചേട്ടനെ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ചെവി കൂർപ്പിച്ച് നിൽക്കും, നിങ്ങളെ കുറിച്ച് കുറ്റം പറയണതാണോ. ഓൾ ഇയേഴ്സ്, ഈഗർ ടു ഹിയർ, എന്ത് ചെയ്യുന്നൂടെ ഈഗർ ടു ഹിയർ. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യുന്നു ഹാൻഡ് അല്ലെങ്കിൽ ഹെഡ് ഓവർ ഹീൽ എന്ന് പറഞ്ഞാലോ ഹെഡ് ഓവർ ഹീൽ എന്നാൽ എന്ത് ചെയ്യുന്നു വെരി എക്സൈറ്റ്മെന്റ്. ഹെഡ് ഓവർ ഹീല് എന്ത് ചെയ്യുന്നു വെരി എക്സൈറ്റ്മെന്റ്. അക്കിലസ് ഹീൽ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. അക്കിലസ് ഹീൽ എന്നാലോ അക്കിലസ് ഹീല് പറഞ്ഞേ, അക്കിലസ് ഹീല്. അക്കിലസ് ഹീൽ എന്ന് പറഞ്ഞാൽ അക്കിലസ് ഒരു രാജാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപ്പൂറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ മർമ്മം, വരദാനം കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപ്പൂറ്റിയിൽ അടിച്ചാൽ അദ്ദേഹം മരിച്ചു പോകുള്ളൂ അല്ലെ. അദ്ദേഹത്തിന്റെ വീക്ക് പോയിന്റ് ആയിരുന്നു ഉപ്പൂറ്റി. അപ്പൊ അക്കിലസ് ഹീൽ എന്ന് പറഞ്ഞാൽ വീക്ക് പോയിന്റ് എന്നാണ് കേട്ടോ. അക്കിലസ് ഹീല് വീക്ക് പോയിന്റ് എന്നാണ്. സേവ് വൺസ് ഫേസ് എന്നാലോ സേവ് വൺസ് പ്രസ്റ്റീജ്. ലിപ് സർവീസ് എന്നാലോ ലിപ് സർവീസ്, ചേട്ടാ ഫുൾ ലിപ് സർവീസ് ആണെന്ന് പറഞ്ഞാൽ എന്താ ഫുൾ സപ്പോർട്ട് എന്നാണ് കേട്ടോ. ആദ്യം അർത്ഥം പറഞ്ഞു കൊടുക്കും ചേട്ടൻ. അതേപോലെ ലിപ്പ് ആർ സീൽഡ് എന്ന് പറഞ്ഞാലോ കീപ് എ സീക്രട്ട്. നീ റീഡ് മൈ ലിപ്സ് എന്ന് പറഞ്ഞാലോ ലിസൺ കെയർഫുള്ളി. നീ കോൾഡ് ബ്ലഡ് എന്നാലോ അൺഇമോഷണൽ മാനർ. മറക്കില്ലല്ലോ. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നാലോ ദി വൺ ഹു ഡസന്റ് വർക്ക്. ക്ലിയർ ആണല്ലോ. അപ്പൊ എല്ലാരും എഴുതിയെടുത്ത് പഠിക്കുക, മറന്നുപോലെ. ഇഡിയംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ.